നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ ട്രാവൽ വ്ളോഗല്ല. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടംപററി ആർട്ട് എക്സിബിഷനായ കൊച്ചി മുസിരിസ് ബിനാലെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ടാണ് ഈ ബിനാലെ നടക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ആശയങ്ങളും ചിന്തകളും ഒക്കെ ആർട്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പഴയ ഗോഡൗണുകളും പഴയ കെട്ടിടങ്ങളും ഒക്കെ ഈ ഒരു ബിനാലേക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ വെന്യൂ ആയിട്ടുള്ള ആസ്പിൻ വാളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് സിഗ്നേച്ചർ കാഴ്ചകളോട് കൂടി നമ്മുടെ ഈ വീഡിയോ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് കൊച്ചി ബിനാലെയുടെ മെയിൻ വെന്യൂ ആയിട്ടുള്ള ആസ്പിൻ വാളിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. കൊച്ചി ബിനാലേക്ക് ഔദ്യോഗികമായി 22 വേദികളാണുള്ളത്. ആ 22 സ്ഥലങ്ങളിലാണ് ഈ ബിനാലെയുടെ എക്സിബിഷൻസ് നടക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുകളുണ്ട്. വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തിരക്കില്ലാതെ തന്നെ എക്സിബിഷൻ കാണാൻ പറ്റും. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 200 രൂപയാണ്. കഴിഞ്ഞ 4 ബിനാലെകളിലും ഞാൻ സ്ഥിരമായി വന്നിരുന്ന ഒരാളാണ്. നമുക്ക് ഈ ബിനാലേക്ക് വരുമ്പോൾ മാത്രമേ ഈ ആസ്പിൻ വാൾ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. സാധാരണ ടൈമിൽ പബ്ലിക്കിന് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ഇല്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിനാലേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുത്ത് കയറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ആസ്പിൻ വാളിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു പഴയ ബിൽഡിങ്ങും അതിനോട് ചേർന്നുള്ള കുറേ മരങ്ങളും തണൽ മരങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല ഫ്രെയിമുകളൊക്കെ കിട്ടും. അതുപോലെ നമ്മൾ വരുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ കുറേ പേരിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോയി നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് ഹോളിലേക്ക് കയറി വരുമ്പോൾ തന്നെ 2 പേരിരുന്ന് അവരുടെ വർക്കുകൾ ചെയ്യുന്ന ആർട്ട് വർക്കുകൾ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മുതലേനെയും ഒരു ആമേനെയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ വർക്ക് ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു ആർട്ട് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മെയിനായിട്ടുള്ളത് പ്രകടനകല, ചിത്രകല, മ്യൂറൽ ആർട്ട്, ഇൻസ്റ്റലേഷൻസ്, ശില്പങ്ങൾ, ഇങ്ങനെയാണ് നമുക്ക് ഈ എക്സിബിഷനിൽ കാണാൻ പറ്റുന്നത്. ഏകദേശം 25-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള 66-ൽ പരം കലാകാരന്മാരുടെ ഒരു ആർട്ട് ഫോമുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഓരോ ഹോളിലേക്ക് കയറുമ്പോഴും ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. നമുക്ക് ഡീറ്റെയിൽസ് വായിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അകത്ത് കയറാം. ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും, ചിലതൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല, ചിലത് നമുക്ക് കുറച്ച് മനസ്സിലാവും. അതൊക്കെ കൊണ്ട് നമ്മൾ അകത്ത് കയറി ബാക്കി സംഭവങ്ങൾ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. കാണുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ഓരോ സ്ഥലത്തും പോയിട്ട് ഇത് ഇന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റിപ്പോവാം, ഞാൻ മനസ്സിലാക്കിയതിലും തെറ്റുണ്ടാവാം. അപ്പോൾ എന്നെക്കാളും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് തെറ്റിപ്പോയാൽ അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കത് കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരോട് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അവരോട് ചോദിച്ചു നോക്കുക. കുറച്ച് പേര് പറഞ്ഞു തരും. പക്ഷേ ഞാൻ 1-2 സ്ഥലത്ത് കയറിയപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നില്ല. അവർ പറഞ്ഞു അവിടെ ബ്രീഫ് വെച്ചിട്ടുണ്ട്, അവിടെ പോയി വായിച്ചു നോക്കാൻ പറഞ്ഞ്. വായിച്ചത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ അകത്ത് പോയി ചോദിച്ചത്. പക്ഷേ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് വിട്ടു. പക്ഷേ കുറച്ച് പേരൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ നമുക്ക് മാക്സിമം അറിയാനുള്ള വഴികൾ നമ്മൾ നോക്കുക, അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. പിന്നെ ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാ അർത്ഥങ്ങളും മനസ്സിലാവണമെന്ന് വാശി പിടിക്കരുത്. അപ്പം നമ്മളിപ്പോൾ കയറിയ ഒരു റൂമിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ബാക്കി കണ്ടു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് പല കളറിലുള്ളയും പല ടൈപ്പിലുള്ളയും മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്ന കുറേ ഡ്രസ്സുകളാണ്. ഇവിടെ ഒരു തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ഒരു സ്കേർട്ട് പോലത്തെ ഒരു സംഭവം തുന്നുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതും ഒരു മെറ്റീരിയൽ കൊണ്ടും അല്ലെങ്കിൽ ഒരു കളർ കൊണ്ടുമല്ല, പല ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് പല കളർ കൊണ്ട് തുന്നി ചേർത്തിട്ടുള്ള ഒരു വലിയ സ്കേർട്ടിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അന്തർധാരയിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറേ പൂക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന പൂവല്ല. നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. ഈ കളറിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് അവർ. ആ ചെടി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രാണികൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ, ഉറുമ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെറിയ പ്രാണികൾ കയറുമ്പോൾ ഇതിങ്ങനെ കൂമ്പിപ്പോവും. നമ്മളെ തൊട്ടാവഴി കൂമ്പുന്ന പോലെ കൂമ്പിപ്പോവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ ജീവി ചത്തുപോകും എന്നുള്ളതാണ്. അത് വായു കിട്ടാതെ അതിങ്ങനെ അടഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ കയറിയ പ്രാണി എൻ്റെ അകത്തിരുന്ന് ചത്തുപോകും. ഇങ്ങനെ മുള്ളൊക്കെ ഉള്ള ഒരു പൂവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ പൂവ് കുറേ ഇങ്ങനെ ലൈറ്റിംഗ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്തെ വീടുകൾ മുള വെച്ചൊക്കെ ചെയ്തിരിക്കുന്ന വീടുകളുടെ കത്തി നശിച്ചു പോയ കുറച്ച് ഭാഗങ്ങളാണ്. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഫോട്ടോസും ഒക്കെ കത്തി നശിച്ചതിൻ്റെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെയൊക്കെ കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു റൂമിൽ ഒരു വലിയ സ്ക്രീനും അതിൻ്റെ അകത്തൊരു മൂവിയും പ്ലേ ആവുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള റൂമുകളിൽ നല്ല വലിയ സ്ക്രീനിൽ കുറച്ച് മൂവീസ് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ ഇത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് ആ ഒരു മൂവിയിൽ കൂടെ കാണുന്നതിൻ്റെക്കാളും കൂടുതൽ നമുക്ക് സൗണ്ട് ആസ്വദിക്കാൻ പറ്റും. എല്ലാ സൗണ്ടുകളും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ അതേ എഫക്റ്റോട് കൂടി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ ആദ്യത്തെ ഹോളിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഹോളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ജൂട്ടിൽ മെറ്റാലിക് ഷീറ്റുകളിലൊക്കെ ആയിട്ട് കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ആർട്ട് ഫോമുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ആയിട്ടൊരു വലിയ ഹോളുണ്ട്. അവിടെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സാധനങ്ങളെ വേസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതേപോലെ എവിടെയും മെൻഷൻ ചെയ്യാത്ത ലേബേഴ്സിന്, അതായത് എവിടെയും പേരെടുത്ത് പറയാത്ത ലേബേഴ്സിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കും? അങ്ങനെ ഒരു തീമിലാണ് ഈ റൂം മുഴുവനായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകതയും പഴയ കാലത്തെ ഇഷ്ടികകളുണ്ട്, അതായത് ചുവര് തേക്കാത്ത ഇഷ്ടികകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ കളർ തീമും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മൂലയ്ക്ക് കൊണ്ടിടുന്ന കുറേ സാധനങ്ങളുടെ അതിൻ്റെ ഒരു ഭയങ്കര നല്ല ഒരു വേർഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനകത്ത് മനുഷ്യന്മാരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൂട്ടി വെക്കുന്ന കുറച്ച് ഭണ്ഡാര കിഴികളുണ്ട്, കുറച്ച് തലയിണകൾ, പുതപ്പ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഈ റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 22 പരം രാജ്യങ്ങളിൽ നിന്നുള്ള 66ലധികം ആർട്ടിസ്റ്റുകളാണ് ഈ ഒരു ബിനാലയിൽ ഇത്രയും ആർട്ട് ഫോമുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, ചിത്രപ്രദർശനമുണ്ട്, പിന്നെ സാംസ്കാരികമായിട്ടുള്ള ആർട്ട് ഫോമുകളുണ്ട്, നമുക്ക് ലൈവായിട്ട് കാണാവുന്ന ആർട്ട് ഫോമുകളുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് മെയിൻ വെന്യൂ ആയിട്ടുള്ള ആസ്പിൻ വാളിൽ നിന്നാണ്. ഏകദേശം 22 വെന്യൂകളാണ് ഈ ഒരു ബിനാലേക്കുള്ളത്. ഇതിൻ്റെ അകത്ത് 8 സ്ഥലങ്ങളാണ് ടിക്കറ്റ് വെച്ച് അകത്തേക്ക് കയറ്റുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ വേണമെങ്കിലും കയറി കാണാവുന്നതാണ്. നമ്മുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 200 രൂപ പെർ ഡേയ്ക്കാണ്. നമുക്ക് വീക്കിലി ടിക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. വീക്കിലി ടിക്കറ്റിന് മുതിർന്നവർക്ക് വരുന്നത് 1000 രൂപയാണ്. സീനിയർ സിറ്റിസൺസിനും കുട്ടികൾക്കും സ്റ്റുഡൻസിനും വരുന്നത് 500 രൂപയാണ്. അപ്പം നമുക്ക് ഏതൊക്കെ വെന്യൂകളിലാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഈ ബിനാലെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു മാപ്പ് വാങ്ങിക്കാവുന്നതാണ്. മാപ്പിന് 30 രൂപയാണ്. ആ മാപ്പിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബിനാലെ കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ തന്നെ വരാൻ നോക്കുക. അതായത് 10 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരാൻ നോക്കുക. നിങ്ങളൊരു സിംഗിൾ ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ 5 6 സ്ഥലങ്ങളെങ്കിലും കവർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും നമുക്ക് ഈ 10 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്തിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. വീക്കിലി പാസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും പോയി കാണാവുന്നതാണ്. അപ്പോൾ വരുന്നവർ രാവിലെ തന്നെ വരാൻ നോക്കുക. പിന്നെ ഈ ഒരു ബിനാലയുടെ ഈ വർഷത്തെ ബിനാലയുടെ മെയിനായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് ഫോർ ദ ടൈം ബീയിങ് എന്നാണ്. ആ ഒരു തീമിലാണ് ഇവർ ഈ ബിനാലെ മൊത്തമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബിനാലെ തുടങ്ങിയത് 2025 ഡിസംബർ 12-നാണ്, അവസാനിക്കുന്നത് 2026 മാർച്ച് 31-നാണ്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഹോളിലേക്ക് വരുമ്പോഴേക്കും ഒരു വലിയ ഭിത്തിയിൽ ഒരു വലിയ ക്യാൻവാസിൽ ഒരു ചിത്രം വെച്ചിരിക്കുകയാണ്. ഈ ചിത്രം വരച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഒരു പിക്ചർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ആയിക്കോട്ടെ ഒന്നും തന്നെ നമുക്ക് തൊടാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് വരച്ചിരിക്കുന്നതാണെന്നാണ്. ഒരു വലിയ കാടും കുറേ മുളങ്കൂട്ടങ്ങൾ, കുറേ മരങ്ങൾ, അതിൻ്റെ അകത്തൊരു വീടുണ്ട്. ആദിവാസി കോളനിയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു വീടുണ്ട്. പിന്നെ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. എന്തോ ഒരു സംഭവമാണ്, എൻ്റെ അകത്ത് എന്തോ വലിയ കഥയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് എനിക്ക് എൻ്റെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെ കുറേ വാദ്യോപകരണങ്ങളാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമുക്ക് തബല, മൃദംഗം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്കതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ വായിച്ച് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ആസ്പിൻ വാളിലെ ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ ബിനാലെ കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങിലെല്ലാം തന്നെ ബിനാലെ കാഴ്ചകളുമുണ്ട്. അവിടെ കയറി കാണുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം പുറത്തൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പബ്ലിക്കിന് ഈ ആസ്പിൻ വാളിലേക്ക് സാധാരണ സമയത്ത് എൻട്രി ഇല്ല. ഉള്ളി ബിനാലെ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സിനിമകളിലൂടെയൊക്കെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സംഭവങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ കാണാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബിനാലെ വരണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനങ്ങളുടെ ബിനാലെ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വോളിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് പങ്കെടുത്ത ആർട്ടിസ്റ്റുകളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ റൂമിൽ കയറുമ്പോഴും അത് എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ അവിടെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ പുറത്തല്ലെങ്കിൽ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഒരു സംഭവം ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം എല്ലാ വർഷവും വരുമ്പോൾ നമ്മളിവിടെ ഒരു ബിനാലെ കട കാണാറുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മളൊരു ബിനാലെ കട കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബിനാലെ കടയുടെ അകത്തേക്ക് കയറാം. ഈ ബിനാലെ കടയിൽ സാധാരണ നമുക്ക് ബിനാലെയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. അതായത് ബിനാലെ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. മിക്ക സംഭവത്തിനകത്തും കൊച്ചി മുസിരിസ് ബിനാലെ ആ ഇയറും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബിനാലെ ഇന്ന ഇയറൊന്നും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ സാധാരണ ഉള്ളത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പാവകൾ, പില്ലോ കവർ, സഞ്ചി, ബാഗ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മഗ്ഗുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഏതൊരു സമയത്ത് ബിനാലെ കട വന്നാലും എനിക്ക് ബേസിക്കായിട്ട് തോന്നിയ കാര്യം ഇവിടെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. നമ്മളൊരു സാധനം എടുത്ത് നോക്കുമ്പം അതിന് നമുക്ക് തോന്നുന്ന വർത്തിനേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ബിനാലെ കടകളിൽ വന്ന് സാധാരണ ഒന്നും തന്നെ വാങ്ങിക്കാറില്ല. ഇവിടെ കയറിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് പോകാറാണ് പതിവ്. ഇപ്രാവശ്യവും ഞാൻ ആ പതിവ് തെറ്റിച്ചില്ല. ഞങ്ങൾ കുറേ സംഭവങ്ങൾ നോക്കി നോക്കി വന്നപ്പം ഓർണമെൻറ്റ്സ് സംഭവങ്ങളൊക്കെ കണ്ട്. ഒരു തടി വെച്ചുണ്ടാക്കിയ വള, ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് റേറ്റ് എഴുതിയിരിക്കുന്നത് 550 രൂപയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ സാധനത്തിനും റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിവർ എന്ത് ബേസിലാണ് ഈ റേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ബിനാലെ സ്ഥലത്ത് വളരെയധികം റെൻറ്റ് ചോദിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനൊരു സാധനത്തിൽ ഇത്രയും പ്രൈസ് കയറ്റിയിടുന്നത്. അപ്പം ഇത്രയും പ്രൈസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഒന്നും ഞാൻ ബിനാലെ കടകളിൽ നിന്ന് വാങ്ങിക്കാറില്ല. ജസ്റ്റ് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണും. പിന്നെ ഇവരുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീഷർട്ടിനൊക്കെയാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഐറ്റംസിൽ നിന്നും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ഇവിടെ കയറുന്നുണ്ട്. പിന്നെ ബുക്സൊക്കെ ഉണ്ട്. ബുക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങിക്കാവുന്നതാണ്. അതിനും റീസണബിൾ റേറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള സംഭവങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ ബിനാലെ കടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബിനാലെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഹട്ട് കണ്ടത്. ആ ഹട്ടിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മുള കൊണ്ടും തടി കൊണ്ടൊക്കെയാണ് ഹട്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഓല മേഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒരു കേരള ട്രഡീഷണൽ ഒരു ഹൗസ് പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നന്നായിട്ട് കാറ്റും വെളിച്ചവും ഒക്കെ കയറത്തക്ക രീതിയിലാണ് ഇവരതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ മാത്രമല്ല നമുക്ക് കിടക്കാനും പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതിനകത്തൊരു ചെറിയ ബെഡ് സംഭവം ഇട്ടിട്ടുണ്ട്. മിക്കവരും വന്ന് കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും നേരം നടന്ന് വരികയല്ലേ. പിന്നെ ഈ ഒരു ബിനാലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം നടന്ന് നമ്മുടെ ഉപ്പാട് വരും. അല്ലാതെ നമുക്ക് പോകാൻ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ വണ്ടി പുറത്ത് ദൂരെ പാർക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ബിനാലെ നടക്കുന്നതുകൊണ്ട് തന്നെ അടുത്തൊന്നും തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്ത് വന്ന് ബിനാലെ കണ്ട് തന്നെ നമ്മൾ കുറേ ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഒരു ആശ്വാസമാണ്. പിന്നെ ഇവിടെ നമ്മൾ കയറി ഇരിക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റും. വാട്ടർ മെട്രോ വരുന്നത് കാണാം, ചെങ്കാറ് വരുന്നത് കാണാം, പിന്നെ വൈപ്പിൻ ടെർമിനൽ, പിന്നെ ഫോർട്ട് കൊച്ചി കാഴ്ചകൾ കാണാം. പിന്നെ അവിടെ നിന്നുള്ള ഹൈക്കോർട്ട് എന്നുള്ള ടെർമിനലും DP വേൾഡും അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും.
അടുത്ത റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മറീന അബ്രമോവിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ ആർട്ട് ഫോമുകളാണ്. കുറേ പിക്ചേഴ്സ് ഉണ്ട്, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ വേറൊരു റൂമിൽ കാണുന്നത് വുഡൻ ഇൻസ്റ്റലേഷൻസ് ആണ്. അത് നല്ല ഭംഗിയിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന വുഡാണ് കൊടുത്തിരിക്കുന്നത്. കുറേ ഇങ്ങനെ മോഡലുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ കറങ്ങി നടന്ന് ആ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് വരുമ്പോൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ആർട്ട് വർക്കുകളാണ് കാണുന്നത്. ഭിത്തിയിലുള്ള ഫോട്ടോസിലാണെങ്കിൽ തന്നെയും ചില ഭാഗങ്ങളായിട്ടൊക്കെ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇരിക്കുന്ന സ്റ്റാച്യുകളാണെങ്കിലും എല്ലാം തന്നെ സ്റ്റോൺ, പാറ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റോൺ വെച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്ത റൂമിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ തൊണ്ട് കിടപ്പുണ്ട്, കയറ്, പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കുറച്ച് വസ്തുക്കളൊക്കെ കിടപ്പുണ്ട്. അതിങ്ങനെ ഓരോ മൂലയിൽ ഇവർ നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രഹാൻചേട്ടൻ സിനിമയിൽ പറയുന്ന പോലെ ഇതിനൊക്കെ എന്തോ വലിയ അർത്ഥമാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരം അതും നോക്കി നിന്നു. പിന്നെ ഈ ബിൽഡിങ്ങിൽ കുറേ റൂമുകളിൽ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വോളിൽ കൊടുത്തിരിക്കുകയാണ്. പലതരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. കുറേയൊന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇൻസ്റ്റലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം അതിനകത്ത് നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആവും. പക്ഷേ ഈ ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ചിത്രങ്ങളുള്ള സ്ഥലത്ത് അധിക സമയം സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ കുറേ ചിത്രങ്ങളാണ് ഈ ഒരു ബിൽഡിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പെയിൻറ്റിങ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മിക്കതും ഒറിജിനൽ ആണോ എന്ന് തന്നെ തോന്നിപ്പോവും. നല്ല ഗ്രീനിഷ് കളറൊക്കെ കൊടുത്തിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പണ്ട് കാലത്തുള്ള ആൾക്കാരെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ജോലികൾ അല്ലെങ്കിൽ അവർ ദിവസേന എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ കലകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ തരത്തിലുള്ള ആർട്ട് ഫോമുകളായിരുന്നു ചെയ്തിരുന്നത്, പിന്നെ ദിവസം അവർക്ക് ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് എനിക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലായത്. പണ്ടത്തെ കാലത്തേക്ക് നമുക്കൊരു തിരിഞ്ഞു നോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പഴയ മലയാള സിനിമയൊക്കെ കാണുന്നത് പോലെയാണ് ഈ ഒരു ഇത്രയും പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ കടലിലൊക്കെ പോയി നിന്നിട്ട് തിരമാല ഇങ്ങനെ അടിച്ച് പോകുമ്പോൾ ലാസ്റ്റത്തെ വേവ് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ഒരു പിക്ചറില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുറേ മെറ്റീരിയൽസ് ഇവർ യോജിപ്പിച്ച് ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലേഡിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെ കാണുന്നത് കണ്ടൽ കാടുകളുടെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടൽ കാടുകളെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. കണ്ടൽ കാടുകളുടെ പോലത്തെ വേരുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്ലാസ് ചൂടാക്കിയിട്ട് ഓരോ ഷേപ്പിനകത്താക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്. പുള്ളിക്കാരി എന്തൊക്കെയോ ചിത്രം വരയ്ക്കുകയാണ്. സാധാരണ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു ആർട്ട് ഫോമാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ആർട്ടിസ്റ്റിനെയും കാണാം, പുള്ളിക്കാരി ചെയ്യുന്നത് എന്താണെന്നും കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ആസ്പിൻ വാളിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പെപ്പർ ഹൗസിന് ഓപ്പോസിറ്റ് ഉള്ളൊരു ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8ഓ 9ഓ വെന്യൂകളിലാണ് നമുക്ക് ടിക്കറ്റ് വെച്ചിട്ട് അകത്ത് കയറാൻ പറ്റുന്നത്. ബാക്കിയുള്ളിടത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തീം എന്ന് പറയുന്നത് പൊന്നു പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ഗോൾഡിൻ്റെ കുറേ നാൾവഴികൾ, അല്ലെങ്കിൽ ഗോൾഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ ആർട്ട് ഫോമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഗോൾഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ ഫോട്ടോസും ഗോൾഡിൻ്റെതായ കുറേ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഗോൾഡ് കണ്ടതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് നെയ്ത്തിൻ്റെ സംഭവങ്ങളാണ്. അതായത് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കാണുന്ന ഒരു ക്ലോത്ത് അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, അതിൻ്റെ ഓരോ നാൾവഴികളാണ്, അതിൻ്റെ നെയ്ത്ത് മുതൽ, അതായത് ഓരോ സംഭവങ്ങളാണ് ഓരോ ഫോട്ടോയിലായിട്ട് ഇവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ തന്നെയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് നോക്കുമ്പം ഈ ഒരു തുണി, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്ത് എങ്ങനെയാണ് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു വന്ന് ഒരു വലിയൊരു പീസായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമുള്ളൊരു സംഭവമായിട്ട് മാറുന്നത്, ഒരു നൂല് ഇങ്ങനെ ഇവരൊക്കെ കടഞ്ഞെടുത്ത് അങ്ങനെയുള്ള ഓരോ പ്രോസസ്സാണ് ഈ ഒരു ബിൽഡിങ്ങിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെയും എൻട്രി ഫ്രീ ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് കാണാവുന്നതാണ്. നമ്മളിനി പെപ്പർ ഹൗസിലേക്കാണ് പോകാൻ പോകുന്നത്. പെപ്പർ ഹൗസ് വരുന്നത് ആസ്പിൻ വാളിൽ നിന്ന് റൈറ്റിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 3/4 കിലോമീറ്റർ നടക്കുവാണെങ്കിൽ നമുക്ക് ഈ പെപ്പർ ഹൗസ് എത്താൻ പറ്റും. നമ്മൾ പെപ്പർ ഹൗസിൻ്റെ അകത്തേട്ട് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഒരു വലിയ ഇൻസ്റ്റലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് മിററിൻ്റെ കളികളാണ്. കുറേ ഭാഗത്തായിട്ട് മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമും ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്കുള്ള, അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള മുകളിലുള്ള മിററിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റും. വലിയ കപ്പലും ബോട്ടും ഒക്കെ കടലിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ മിററിൽ കൂടെ കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ കയറി വന്നപ്പോൾ ജസ്റ്റ് ഒരു കപ്പൽ പോയതേ ഉള്ളൂ. നമുക്ക് പിന്നെ ഒരു ചെറിയ ബോട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പെപ്പർ ഹൗസിലുള്ള കാഴ്ചകൾ കാണാം.
അങ്ങനെ പെപ്പർ ഹൗസിൻ്റെ താഴത്തുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് വരുമ്പം ഒരു റൂമിൻ്റെ അകത്ത് ലൈവ് പെർഫോമൻസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ജസ്റ്റ് കയറി വന്നപ്പോൾ കിട്ടിയ ഒരു ഷോട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ ഒന്ന് കയറിയിരിക്കുന്നത്. കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് മുണ്ടും ഷർട്ടും പാൻറ്റും ഷർട്ടും അങ്ങനെ ഇട്ട കുറേ രൂപങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. വേക്കൻ്റ് ആണ്, അതായത് ബോഡിക്കകത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എന്തോ ഒരു കോലോ അങ്ങനെ എന്തോ കുത്തിയിട്ട് ഇങ്ങനെ ആൾക്കാർ വെച്ചിരിക്കുകയാണ്. പിന്നെ തലയായിട്ട് ഒരു ഷർട്ടും വെച്ചിട്ടുണ്ട്. ഷർട്ടിൻ്റെ ഇങ്ങനെ ആ കോളർ വരുന്ന ഭാഗം മുഖം പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് മൈക്കാണ്, ചിലവർക്ക് ഡ്രംസ്, ഗിറ്റാർ, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. ഇവരിത് പ്ലേ ചെയ്യുന്നതായിട്ട് കേൾക്കാൻ പറ്റും. മൈക്കാണുള്ളതെങ്കിൽ അവർ പാടുന്ന പോലെയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന പോലെയോ കേൾക്കാം. ഇവരിങ്ങനെ ഈ തല പോലെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ ചെവി കൊണ്ട് വെക്കുമ്പോൾ ഇവർ നമ്മളോട് സംസാരിക്കുന്ന പോലെ കേൾക്കാം. പുറത്ത് ഭയങ്കര ചെറുതായിട്ടേ കേൾക്കുള്ളൂ, പക്ഷെ നമ്മൾ ചെവി കൊണ്ടുപോയി വെക്കുമ്പോൾ ഇവർ നമ്മളോട് രഹസ്യം പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ സംസാരിക്കുന്ന പോലെ കേൾക്കാൻ പറ്റും. ഈ മൈക്കുള്ള ആളുടെ അടുത്ത് വരുമ്പോൾ ഈ മൈക്കുള്ള ആൾ സംസാരിക്കുന്ന പോലെ, ബാക്കി എല്ലാവരും സൈലൻ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പ്ലേ ആവും. ആ ഇൻസ്ട്രുമെൻറ്റ്സ് കയ്യിലുള്ള ആളായിരിക്കും അത് പ്ലേ ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ ഇവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും നിന്നും പ്ലേ ചെയ്യുമല്ല, എല്ലാം മെഷീനാണ്. മെഷീൻ വെച്ചിട്ട് ഇവർ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ കറങ്ങി നടന്ന് നോക്കി ഇതത് എന്താണ് സംഭവം എന്ന്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ സംഭവമൊക്കെ നമുക്ക് കുറേ നേരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബട്ട് ഇത്രയും സംഭവങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ ഇത്രയും സംഭവം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സംഭവമല്ലേ. അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഇടനാഴിയുണ്ട്. അവിടെ നമ്മൾ നടക്കുന്ന സ്ഥലത്തും ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഭിത്തിയിലും ഗോൾഡൻ കളറിലെ ഗ്ലോസി ഫിനിഷിൻ്റെ പാനലിങ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ വന്ന് കയറുന്നത് ഇതുപോലെ ഒരു വലിയ ഹോളിലേക്കാണ്. അവിടെ കുറേ ക്യാൻവാസിൽ കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കാർപ്പറ്റ് ഉണ്ടല്ലോ, കാർപ്പറ്റിനകത്ത് കുറേ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ 4ാമത്തെ വെന്യൂ ആണ്. ഇതിന് മുമ്പ് നമ്മൾ കയറിയ ഗോൾഡിൻ്റെയും ക്ലോത്തിൻ്റെയും വെന്യൂവിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് കയറി കാണാവുന്നതാണ്. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം, ബിനാലയുടെ ടിക്കറ്റ് എടുക്കണ്ട. പക്ഷേ നമ്മളിപ്പോൾ കയറിയ പെപ്പർ ഹൗസിൽ ടിക്കറ്റ് വെച്ചിട്ടേ കയറ്റുള്ളൂ. അപ്പോൾ 2ാമത്തെ വെന്യൂ ആണ് ടിക്കറ്റ് ഉള്ളത്. മൊത്തത്തിൽ 8-9 വെന്യൂ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ വെന്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് മാക്സിമം ഒരു 5-6 പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബിനാലേക്ക് നന്നായിട്ട് കാണണം, നല്ല ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു 6-7 വെന്യൂ എങ്കിലും അല്ലെങ്കിൽ ഒരു 8-9 വെന്യൂ എങ്കിലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ടിക്കറ്റുള്ള വെന്യൂവിൽ ആദ്യം പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെയാണ് കൂടുതലും നല്ല സാധനങ്ങളുള്ളത്. അപ്പം ടിക്കറ്റുള്ള വെന്യൂ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ പോവുക, കാഴ്ചകളൊക്കെ കാണുക. അപ്പോൾ ഇനി നമുക്ക് ഈ പെപ്പർ ഹൗസിലെ കാഴ്ചകളും കൂടെ കണ്ടു കഴിഞ്ഞാൽ 1-2 സ്ഥലത്തും കൂടെ പോയാൽ നമ്മുടെ സമയം ഏകദേശം തീരും. പെപ്പർ ഹൗസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചി തന്നെയുള്ള ഒരു പഴയ ഗോഡൗണിലേക്കാണ്. ഇത് വരുന്നത് പഴയ ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. ഈ ബിനാലയുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ട് ഒരുപാട് ഗോഡൗണുകളും പഴയ ബിൽഡിങ്ങുകളും ഒക്കെ ബിനാലയുടെ വേദിയാക്കിയിട്ടുണ്ട്. മൊത്തം 22 വെന്യൂ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 22 സ്ഥലത്ത് ഇതുപോലുള്ള ബിനാലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലൊരു വെന്യൂ ആണിതും. നമ്മൾ ഇതിന് മുമ്പുള്ള ബിനാലകൾ വന്നപ്പോഴെല്ലാം ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ പ്രാവിന് തീറ്റ കൊടുക്കുന്നത് കാണാൻ പറ്റും. ഗോതമ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിതറുമ്പോൾ കുറേ പ്രാവുകൾ വരും. ഇവിടുത്തെ തീം എന്ന് പറയുന്നത് ഇളം പാൽപ്പല്ലെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പം ഇളം പാൽപ്പല്ലും ഇവിടെ വെച്ചിരിക്കുന്ന ആർട്ടുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി ആരും ഉണ്ടായില്ല. പിന്നെ ടിക്കറ്റ് വയ്ക്കുന്ന സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. ഭയങ്കര കളർഫുള്ളായിട്ട് കുറേ പാവകൾ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അവർ ആ തീമും കൂടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതുമായിട്ട് ഒട്ടും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനോട് ചേർന്ന് തന്നെയുള്ള തൊട്ടടുത്ത റൂമിലേക്ക് കയറുമ്പം ഇതുപോലുള്ള കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. കൂടുതലും ഓർഗൻസ ടൈപ്പ് മെറ്റീരിയലാണ്. കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയും അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര കളർഫുൾ ആണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായി. കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ബിനാലെ കാഴ്ചയിലൂടെ അവസാനിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഇനി ഒരു വെന്യൂലും കൂടെ പോകാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ നമ്മുടെ ബിനാലെ കാഴ്ചകൾ ഇതോടുകൂടി തീരുകയാണ്. എല്ലാവർക്കും ബിനാലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെന്യൂ ഉള്ളതുകൊണ്ടും ടിക്കറ്റ് റേറ്റ് അത്യാവശ്യം കൂടുതലായതുകൊണ്ടും നിങ്ങൾ രാവിലെ തന്നെ വരാൻ നോക്കുക. മാക്സിമം വെന്യൂസ് കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബിനാലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിനാലെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.